നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കളി കാണിക്കണേ. പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്. ആ സത്യമാണോ ഈ പറയുന്നത്? അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കണിയല്ല കെണിയാ. ബ്രീത്ത് കിട്ടുന്നില്ല. വടകരയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അതിന്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും. ഇനി അവിടെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത്. ഞാൻ ഇപ്പോഴും കാര്യം ഡിമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട്. മനസ്സിലായി? അതെ, എത്ര ദിവസം കൂടിയാ അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ. ഒരു ചിത്രം തീർക്കേണ്ടത്, കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത്, എന്റെ പടമാണ് ഇറങ്ങേണ്ടത്. അതാ, അപ്പൊ അവര് മാക്സിമം ക്ഷമിക്കും. അപ്പൊ അതില് മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല, അത് വ്യക്തിഗതമായിട്ട് മാത്രമാണ്. ഇല്ല, ഇവര് പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു. എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. അപ്പൊ ആണെന്ന് പറഞ്ഞാൽ ഞാനാണ് പെട്ടില്ലേ, ഞാൻ പെരുമാറണം. അതാ, അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്ത് ചാടരുത്. അതുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, രണ്ടുപേരുടെ ആ വ്യക്തികളല്ലേ, അതുപോലെ അത് ചെയ്തിട്ടുണ്ടോ? നമ്മള് ആരെങ്കിലും ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ താനെ പറഞ്ഞാൽ ഞങ്ങൾ പെട്ടില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകളോ ഞാൻ പാട്ട് പറഞ്ഞോടാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ആ വ്യക്തികൾ, ആ 2 വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചൊരു കാര്യം, ആ വ്യക്തി എല്ലാ ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, അത് പറഞ്ഞില്ല. പക്ഷെ ഇവരെന്താണ് മെയില് ആയത് നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിന് പറഞ്ഞൂടെ? ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ പറഞ്ഞു ഞാൻ പെട്ടില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞത് നീ പാടില്ലേ? ഞാൻ എപ്പോഴേലും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഓ പോയി പിണങ്ങിപ്പോയി. വളരെ മോശമായി പോയി. ഞാൻ പറഞ്ഞെന്താ മനസ്സിലായില്ല? ഞാൻ എപ്പോഴും ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി.